എന്താണെന്ന് വെച്ചാൽ നമുക്കിന്നൊരു മൺസൂൺ ഹെയർ കെയർ റൂട്ടീനാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ. അപ്പം ഞാൻ മൺസൂൺ ടൈമിൽ എൻ്റെ ഹെയറിൽ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് അത് ഞാൻ നമുക്ക് വീഡിയോയിൽ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അപ്പം നമ്മുടെ തൊടിയിലും നമ്മുടെ പറമ്പിലൊക്കെ ഉള്ള കുറച്ച് ഔഷധ സസ്യങ്ങൾ കൊണ്ട് ഞാനൊരു ഹെയർ പാക്ക് ഉണ്ടാക്കും. അതാണ് ഞാൻ മിക്കവാറും താളി പോലെ നമ്മൾ അല്ലാത്ത ടൈമിൽ താളി യൂസ് ചെയ്യുന്നത് പോലെ തന്നെ ഈ മൺസൂൺ ടൈമിൽ നമുക്ക് ഒരുപാട് ഹെയർ ഫാളും താരനും എല്ലാം വരുന്നത് കൊണ്ട് തന്നെ ഞാൻ ആ ഒരു ഇതാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ നമ്മുടെ വേപ്പിലയൊക്കെ ഇതിനകത്ത് യൂസ് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് താരത്തിൽ നിന്നൊക്കെ നന്നായിട്ട് ഒന്ന് മാറ്റം കിട്ടും. പൊതുവേ എല്ലാവർക്കും ഈ ഒരു ടൈമിൽ കണ്ടുവരുന്ന മെയിൻ പ്രശ്നമാണ് മുടി ഡ്രൈ ആയിട്ട് പൊട്ടിപ്പോവുക, അല്ലാതെ മുടിയുടെ അറ്റം പിളരുക, അങ്ങനെയൊക്കെയുള്ള ചില പ്രശ്നങ്ങൾ പൊതുവേ ഇങ്ങനെ കണ്ടുവരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഒരുപാട് കെമിക്കലൊന്നും യൂസ് ചെയ്യാതെ തന്നെ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് തന്നെ നമുക്കിതൊന്ന് മാറ്റിയെടുക്കാൻ പറ്റും. അതിനായിട്ട് നമ്മൾ ഇതിനകത്ത് കെമിക്കൽ ഒന്നും യൂസ് ചെയ്തിട്ടില്ല. നമ്മൾ ഈ പാക്കിൽ എല്ലാം നാച്ചുറൽ ആയിട്ടുള്ള നമ്മുടെ തൊടിയിലും നമ്മുടെ ഈ ഇവിടെയുള്ള കാട്ടുകളിലും ഒക്കെ കാണപ്പെടുന്ന സാധനങ്ങൾ മാത്രം വെച്ചിട്ടാണ് നമ്മളിവിടെ പാക്ക് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന ഒരു വീഡിയോ ആയിരിക്കും. പിന്നെ ഈ ടൈമിലാണ് കേട്ടോ നമ്മൾ പ്രോപ്പറായിട്ട് നമ്മുടെ തലയിൽ എണ്ണയിട്ട് കൊടുക്കേണ്ടത്. കാര്യം എന്ന് വെച്ചാൽ എണ്ണയില്ലാത്ത കാരണം പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ ഡാൻഡ്രഫ് സ്കാൽപ്പ് ഡ്രൈ ആയി കഴിഞ്ഞ് നമുക്ക് ഡാൻഡ്രഫ് വരാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ നല്ല ചൊറിച്ചിലൊക്കെ അനുഭവപ്പെടും. അപ്പോൾ നമ്മൾ മാക്സിമം നമ്മുടെ സ്കാൽപ്പ് ഡ്രൈ ആക്കി വെക്കാതിരിക്കാൻ നോക്കുക. ഒന്ന് ഓയിലിംഗ് ഒക്കെ കറക്റ്റായിട്ട് ഹോട്ട് ഓയിൽ മസാജ് ഒക്കെ ചെയ്യുന്നത് നന്നായിരിക്കും. അപ്പോൾ നമ്മൾ സ്കാൽപ്പ് ഒരിക്കലും ഡ്രൈ ആവാതിരിക്കാൻ വേണ്ടി ഈ ടൈമിൽ ഒന്ന് ശ്രദ്ധിക്കേണ്ടത് നന്നായി. നമ്മുടെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ. നമ്മുടെ ഹെയർ പാക്കിന് ആവശ്യമായ സാധനങ്ങൾ പറിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ പുറത്തോട്ട് ഇറങ്ങിയത്. അപ്പോൾ അത് ഈ ഒരു ചെടി കണ്ടു നല്ല ഭംഗിയായിട്ട് തോന്നി, അങ്ങനെ എടുത്ത വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ 2 ടൈപ്പ് കീഴാർനെല്ലി ഉണ്ട് നമ്മുടെ അവിടെ. ഈ ഒരു ടൈപ്പും ഉണ്ട്, ഒരു ഇളം പച്ച കളറും ഉണ്ട്. നമുക്ക് ഇതല്ല വേണ്ടുന്നത്, പച്ച കളറ് കീഴാർനെല്ലിയാണ് നമുക്ക് വേണ്ടത്. അപ്പം ഞാൻ അത് പോയി പറിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരുപാട് മഴ പെയ്ത് കിടക്കുന്നുണ്ട്, ഒരുപാട് കീഴാർനെല്ലി നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാനതിൽ വലുത് നോക്കി തിരഞ്ഞ് പറിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ വീഡിയോ എടുത്ത് തരാൻ ആരും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഫോൺ തൽക്കാലം ഒരു കല്ലിൽ ചാരി വെച്ചായിരുന്നു കേട്ടോ ഇത്രയും ഞാൻ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം അതിൻ്റേതായ ചില പ്രശ്നങ്ങൾ കാണും, എല്ലാവരും ഒന്ന് ക്ഷമിച്ചേക്കുക. നമ്മുടെ തലയിലെ താരനെ അകറ്റാൻ വേണ്ടിയിട്ട് കീഴാർനെല്ലി നന്നായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് കേട്ടോ. അതുകൊണ്ട് മസ്റ്റായിട്ട് കീഴാർനെല്ലി നമുക്കിതിലേക്ക് യൂസ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ നുള്ളി പെറുക്കി എല്ലായിടത്തു നിന്നും പിച്ചിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം പൊതുവേ മഴക്കാലം ആയതുകൊണ്ട് തന്നെ ഇഷ്ടംപോലെ കാടും ഒക്കെ പിടിച്ച് കിടക്കുകയാണ്. അപ്പോൾ കൊതുകിൻ്റെയും ശല്യം കുറച്ച് കൂടുതലാണ്. അവിടെ നിന്ന് എന്നെ കൊതുകടിച്ച് കൊന്നു. എങ്കിലും നമ്മുടെ ആവശ്യം വേറൊന്നാണല്ലോ, നമ്മൾക്ക് ഫുൾ കീഴാർനെല്ലിയും പിച്ചിക്കൊണ്ട് പോകണം എന്നൊരു ഉദ്ദേശത്തോടു കൂടിയാണ് കേട്ടോ കൊതുകടി പോലും മൈൻഡ് ചെയ്യാതെ ഞാൻ അവിടെ നിന്ന് പിച്ചിക്കൊണ്ടിരിക്കുന്നത്. ഒരുപാട് ടൈപ്പ് ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് നോക്കി പിച്ചിയില്ലെങ്കിൽ പണി കിട്ടും. അതിൻ്റെ ഇടയ്ക്ക് തന്നെ വേറെ കുറേ ചെടികൾ നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് ഇതെല്ലാം നോക്കി തന്നെ നമ്മൾ കൈകാര്യം ചെയ്യേണ്ടതുണ്ട്. അപ്പം നമുക്ക് ആവശ്യമായിട്ടുള്ള കീഴാർനെല്ലി ഇതാണ്. ഇതിൻ്റെ അടിയിൽ നെല്ലിക്ക മാതിരി ഇങ്ങനെ, അതുകൊണ്ടായിരിക്കുമല്ലോ കീഴാർനെല്ലി എന്ന് പേരൊക്കെ വന്നത്. അതിനെപ്പറ്റി എനിക്ക് കൂടുതൽ അറിയില്ല കേട്ടോ. അപ്പം നമുക്ക് വേണ്ടുന്നത്ര ഞാൻ പറിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രത്തോളമൊക്കെ ആവശ്യമുള്ളൂ നമുക്ക്. ഇതിൻ്റെ വേരും അത്രത്തോളം അടിപൊളിയാണ് കേട്ടോ. ചിലർ ഇതിൻ്റെ വേര് മാത്രം എടുത്തിട്ട് എണ്ണ കാച്ചി തേക്കുന്ന കണ്ടിട്ടുണ്ട്. താരം മാറാനൊക്കെ വേണ്ടിയിട്ട് അത് അത്ര നല്ലതാണ്. പിന്നെ നമുക്ക് വേണ്ടത് പാറത്താളിയാണ്. അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഐറ്റം ആയിരുന്നു കേട്ടോ നമുക്ക് പാടത്താളി. അപ്പോൾ പാടത്താളി എന്നൊക്കെ പറയും നാട്ടിൻപുറങ്ങളിൽ. അപ്പോൾ നമുക്കിനി അത് വേണം. അതും നമുക്കൊന്ന് പറിച്ചെടുക്കാം. അതിൻ്റെ ഇടയിലും ഇഷ്ടംപോലെ കീഴാർനെല്ലി നിൽക്കുകയാണ്. അപ്പോൾ അത് നമ്മൾ വേണ്ടതൊന്നും വെച്ചില്ല, അത് നമ്മൾ പറിച്ചെടുത്തു കേട്ടോ. ഇനി നമുക്ക് പാടത്താളിയും കൂടെ പറിച്ചെടുക്കാം. ഇതിൻ്റെ ഇല മാത്രമായാലും പ്രശ്നമില്ല, വേരും നല്ലതാണ്. അപ്പോൾ ഞാൻ ഞായറാഴ്ച ദിവസങ്ങളിൽ ഇതിട്ടാണ് തല തേച്ച് കഴുകാറുള്ളത്. അപ്പോൾ ഇതിൻ്റെ കൂടെ നമുക്ക് ഈ ഹെയർ പാക്കിലും ഇത് യൂസ് ചെയ്യുന്നത് നല്ലതാണ് കേട്ടോ. തലയ്ക്ക് നല്ലൊരു തണുപ്പൊക്കെ കിട്ടും. ഈ പാടത്താളി കൊണ്ട് നമ്മൾ തല കഴുകുമ്പം തലയ്ക്ക് നല്ല തണുപ്പ് കിട്ടും. പറിക്കാൻ ഒരുപാട് ഇനി അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം നമുക്ക് ആവശ്യത്തിനുള്ളത് പറിച്ചാൽ മതിയല്ലോ. പിന്നെ ബാക്കി അവിടെ നിന്ന് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേറൊരു ദിവസം ഇത് യൂസ് ചെയ്യാമല്ലോ. അപ്പം നമുക്ക് ആവശ്യം ഉള്ളത് മാത്രം ഞാൻ പറിച്ച് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് കയ്യോന്നിയാണ് കേട്ടോ. ഇപ്പം മഴക്കാലം ആയതുകൊണ്ട് തന്നെ എവിടെ തിരിഞ്ഞാലും കയ്യോന്നിയാണ്. കാട് പറിച്ച് കളയുന്നത് പോലെ നമുക്ക് കയ്യോന്നി പറിച്ച് കളയാൻ നമ്മുടെ മുറ്റത്തുണ്ട് കേട്ടോ. അപ്പം ഞാൻ മുറ്റത്തുനിന്ന് തന്നെയാണ് കയ്യോന്നി പറിച്ചെടുത്തിരിക്കുന്നത്. കയ്യോന്നിയുടെ വേരും കയ്യോന്നിയുടെ ഇലയും പൂവും എല്ലാം നമുക്ക് ആവശ്യമുള്ളതാണ്. അതുകൊണ്ട് ഞാൻ അതൊന്നും വേസ്റ്റ് ചെയ്ത് കളയുന്നില്ല. ഇനി നമുക്ക് വേണ്ടത് വേപ്പിലയാണ്. അപ്പോൾ തലയിൽ എന്തെങ്കിലും ഫംഗസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഈ വേപ്പില നമ്മളെ ഹെൽപ്പ് ചെയ്യും കേട്ടോ, അതൊന്ന് കളയാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ വേപ്പില ഒരുപാട് എടുക്കുന്നില്ല. വേപ്പില എനിക്ക് ഒരുപാട് ഇട്ട് കഴിഞ്ഞാൽ
എനിക്കൊരു തലവേദന എടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ വേപ്പിലൊക്കെ ഒരുപാടങ്ങ് എടുക്കുന്നില്ല. പിന്നെ നമുക്ക് വേണ്ടത് കറിവേപ്പിലയാണ്. കറിവേപ്പിൻ്റെ ഇല ഞാനൊരു 3 തണ്ട് കറിവേപ്പിൻ്റെ ഇല യൂസ് ചെയ്യുന്നുണ്ട്. തളിര ഇല നോക്കിയാണ് കേട്ടോ ഞാൻ 3 തണ്ട് പറിച്ചെടുത്തിരിക്കുന്നത്. അപ്പോൾ 3 മതി, അത് തന്നെ ധാരാളം. എല്ലാത്തിൻ്റെയും കൂടിയിട്ട് അരയ്ക്കാനായതുകൊണ്ട് ഇത് തന്നെ ധാരാളം. അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് ചെമ്പരത്തി പൂവും ചെമ്പരത്തി ഇലയായിരുന്നു. ചെമ്പരത്തി പൂ നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നില്ല, കാരണം ഇപ്പം മഴക്കാലം ആയതുകൊണ്ട് ചെമ്പരത്തി പൂവൊന്നുമില്ല ചെമ്പരത്തിയിൽ. ഒന്നാമത് ഇലകളെല്ലാം പുഴു കടിച്ചു പോവുകയാണ്. പിന്നെ നമുക്ക് ആവശ്യത്തിലുള്ള ഇല കിട്ടിയിട്ടുണ്ടായിരുന്നു. ഒന്നുമില്ലാത്ത പുഴു ഒന്നും കയറാത്ത ഇല നോക്കി നമ്മൾ പറിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരുപാടൊന്നും ആവശ്യമില്ല, അതും കുറച്ച് മാത്രം മതി. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും കൂടെ ഇട്ട് അടിക്കാൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാടൊന്നും ആവശ്യമില്ല. അപ്പോൾ ഇതേ 5 ഇതളുള്ള ചെമ്പരത്തിയുടെ ഇലയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ അത് എടുക്കാൻ ശ്രമിക്കുക. മഴ ആയതുകൊണ്ട് തന്നെ പുഴുക്കൾ കയറി എല്ലാ ഇലയും ചുരുണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ ഇലയൊക്കെ സൂക്ഷിച്ച് നോക്കിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഇത് നന്നായിട്ട് ഇനി നമുക്കൊന്ന് വാഷ് ചെയ്തെടുക്കണം. അപ്പോൾ ഇത്രയും സാധനങ്ങൾ മാത്രം മതി നമുക്ക് നമ്മുടെ താളിയിലേക്ക് ആവശ്യമുള്ളത്. ഇതിന് നന്നായിട്ടൊന്ന് വാഷ് ചെയ്ത് മിക്സിയുടെ ജാറിലേക്ക് ഞാൻ നന്നായിട്ടൊന്ന് അടിച്ച് എടുക്കുന്നുണ്ട്. അപ്പോൾ മിക്സിയുടെ ജാറിലേക്ക് അടിക്കണോ അതല്ലാതെ നിങ്ങൾക്ക് അമ്മിക്കല്ലയിൽ അരയ്ക്കണോ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. ഞാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാൻ മിക്സിയുടെ ജാറാണ് കേട്ടോ ചൂസ് ചെയ്തിരിക്കുന്നത്. ഇഴാനെല്ലിയുടെ വേരും തണ്ടും ഒക്കെ ഞാൻ ഇതിലേക്ക് അരിഞ്ഞിട്ടിട്ടുണ്ട്. പിന്നെ നമ്മുടെ കയ്യോന്നിയുടെ വേരും ഞാൻ ഇതിലേക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഈ കയ്യോന്നിയുടെ വേരൊക്കെ ഇതിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. അപ്പോൾ ഇതിലേക്ക് ഒരു ശകലം വെള്ളം കൂടി ആഡ് ചെയ്തിട്ടാണ് കേട്ടോ ഞാൻ അരച്ചെടുക്കുന്നത്. അല്ലാതെ അരയാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്, അതുകൊണ്ട് കുറച്ച് വെള്ളം ആഡ് ചെയ്തിട്ട് ഞാൻ അരച്ചെടുത്തു. ഈ ഒരു ഇതിലാണ് കേട്ടോ നമുക്ക് അരഞ്ഞ് കിട്ടിയിരിക്കുന്നത്. ഒരുപാടങ്ങ് പേസ്റ്റ് പോലെ അരയൊന്നും വേണ്ട, ഇത്രയൊക്കെ അരഞ്ഞാൽ മതി. അപ്പോൾ ഇതിനെ നമുക്ക് ഒരു തോർത്തിലേക്ക് ഇട്ടൊന്ന് അരിച്ചെടുക്കാം. അതല്ലെങ്കിൽ ഇതിൻ്റെ പൊടിയും എല്ലാം നമ്മുടെ തലയിലിരിക്കും. അപ്പോൾ കയ്യോന്നിയുടെ എഫക്റ്റ് കാരണമാണ് കേട്ടോ നമ്മുടെ ഈ പാക്കിന് ഒരു കളർ വ്യത്യാസം വന്നിരിക്കുന്നത്. നന്നായിട്ടങ്ങ് കറക്കും, അതാണ് കയ്യോന്നിയുടെ പ്രത്യേകത. ഏതൊരു ഹെയർ ഓയിൽ ഉണ്ടാക്കാനായാലും നമ്മുടെ കയ്യോന്നി അഥവാ ഭൃംഗരാജ് നമുക്ക് അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഒരു ഹെയർ ഓയിലും ഇത് അടങ്ങാത്തൊരു ഹെയർ ഓയിൽ ഉണ്ടാവത്തില്ല. അപ്പം നമ്മളല്ലാതെ ഇത് തലയിൽ അരച്ചിടുന്നതും ഇതിൻ്റെ എണ്ണ കാച്ചി തേക്കുന്നതും ഒക്കെ അത്രയും നല്ലതാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ കയ്യോന്നി അല്പം കൂടുതൽ ഇരിക്കുന്നത്. അപ്പോൾ ഇത്രത്തോളം നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതിനെ നമുക്ക് തലയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാവേ. അപ്പം ഞാൻ നമ്മുടെ ഹെയർ പാക്ക് തലയിലേക്ക് അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് തന്നെ നമ്മുടെ ഹെയർ ഓയിൽ യൂസ് ചെയ്ത് തലയൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഏതൊരു പാക്ക് ഇടുന്നതിന് മുന്നേ ഞാൻ ഈ ഹെയർ ഓയിൽ വെച്ച് എൻ്റെ സ്കാൽപ്പ് മസാജ് ചെയ്തതിന് ശേഷം മാത്രമേ ഞാൻ ഏതൊരു പാക്കും അപ്ലൈ ചെയ്ത് കൊടുക്കുകയുള്ളൂ. അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഞാൻ മുന്നേ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ലിങ്ക് ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. എന്തായാലും ഒന്ന് കയറി ചെക്ക് ചെയ്ത് നോക്കണേ, നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടും. അപ്പോൾ ഇത് കെമിക്കൽ ഒന്നും യൂസ് ചെയ്തിട്ടില്ലാത്ത ഒരു ഓയിലാണ് കേട്ടോ നമ്മളുടേത്. ഈ ഒരു ബോട്ടിലാണ് കേട്ടോ ഞാൻ എണ്ണ കാച്ചി വെക്കാറ്. ഇതിൽ കൂടുതൽ ഞാൻ കാച്ചി വെക്കാറില്ല, കാരണം അത് കനച്ചു പോകും. അതുകൊണ്ട് ഞാൻ ഇത്രയും മാത്രമേ ഞാൻ കാച്ചി വെക്കാറുള്ളൂ. ഈ ഒരു ബോട്ടിലിൽ ഞാൻ ഒഴിച്ചു വെച്ചിരിക്കുന്നതേ ഉള്ളൂ. ഇത് പുറത്തുനിന്ന് വാങ്ങിയ ഹെയർ ഓയിൽ അല്ല കേട്ടോ, നമ്മൾ ഇവിടെ തന്നെ കാച്ചിയ ഹെയർ ഓയിലാണ്. അപ്പോൾ ഇത് നമുക്ക് തലയിൽ നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഹോട്ട് ഓയിൽ മസാജും ചെയ്യാം. അപ്പം ഞാൻ ഇപ്പോൾ ഹോട്ട് ഓയിൽ മസാജ് ചെയ്യുന്നില്ല, ഇത് അല്ലാതെ തന്നെ ഞാൻ എൻ്റെ സ്കാൽപ്പിലോട്ട് തേച്ച് കൊടുക്കാം കേട്ടോ. ഒരുപാട് ഓവർ ആക്കി തേക്കണമെന്നില്ല, നമ്മുടെ തലയിൽ ജസ്റ്റ് ഒന്ന് ഇതാവാനുള്ള എണ്ണ ഞാൻ സ്കാൽപ്പിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ഹെയറിൽ എണ്ണയൊക്കെ തേച്ച് നല്ല സെറ്റ് ആക്കി ഇട്ടിട്ടുണ്ട്. ഒരുപാട് എൻ്റെ മുടി അങ്ങനെ ഒരുപാട് പറന്ന് കിടക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല കേട്ടോ. എപ്പോഴും ഒരു എണ്ണമയം എൻ്റെ മുടിയിൽ കാണും, ഓവറായിട്ട് അല്ല എങ്കിലും ഒരു ചെറിയ എണ്ണമയം. അപ്പൊ നമുക്കിനി നമ്മുടെ പാക്ക് നമ്മുടെ തലയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇത് ഞാനൊരു പാത്രത്തിൽ എടുത്തിട്ടുണ്ട്. ഇതങ്ങ് ഒരുപാട് വെള്ളം പോലെ ഇരിക്കുന്ന ഒരു ഇതാണ് കേട്ടോ. എൻ്റെ മുടിക്ക് ഇത് ഇത്രേ ആവശ്യമുള്ളൂ. അപ്പൊ ഇത്രേ എടുത്തിട്ടുള്ളൂ ഞാൻ. അപ്പൊ ഇതിനെ നമുക്ക് തലയിലേക്ക് ഡയറക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. സ്കാൽപ്പിലാണ് ഞാൻ കൂടുതൽ
അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഓരോ വകുപ്പിലും ഞാൻ നമ്മുടെ ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. കീഴാനെല്ലിയും കയ്യോന്നിയും ഒക്കെ ആയതുകൊണ്ട് നമ്മുടെ ഹെയറിന് അത്രയും നല്ല സാധനങ്ങളാണ് കേട്ടോ. നമ്മുടെ തലേന് നല്ല തണുപ്പ് കിട്ടാനൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഈ ഒരു മഴക്കാലത്താണെങ്കിൽ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമുക്ക് ഇഷ്ടംപോലെ കിട്ടുന്ന സമയമാണ്. അപ്പം എന്തായാലും മാക്സിമം എല്ലാവരും യൂസ് ചെയ്യാതൊക്കെ ആഴ്ചയിൽ ഒരു 2 തവണ അല്ലെങ്കിൽ 3 തവണയൊക്കെ ഇത് യൂസ് ചെയ്യാം കേട്ടോ. സാധാരണ ഞാൻ മടിയായതുകൊണ്ട് ഞായറാഴ്ച ദിവസം മാത്രമേ ഇതൊക്കെ അപ്ലൈ ചെയ്തോളൂ കേട്ടോ. മൺസൂൺ ആണെങ്കിലും എന്താണെങ്കിലും എനിക്ക് ഹെയർ പാക്കൊക്കെ ഉണ്ടാക്കി ഇടാൻ ചില സമയത്തൊരു മൂഡ് കാണും, അപ്പം ഞാൻ ചെയ്യും. അല്ലാത്തപ്പം ഞാനും അങ്ങ് കളയും. പിന്നെ അമ്മ പറയുമ്പോഴായിരിക്കും ഞാൻ ഇതൊക്കെ ചെയ്യാം. സ്കാൽപ്പിൽ ഫുള്ളായിട്ട് തന്നെ നമ്മളിത് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ കൂടുതലുണ്ടെങ്കിൽ ഹെയറിലും അപ്ലൈ ചെയ്ത് കൊടുക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല കേട്ടോ. ഇതിനെ നമുക്കിതൊന്ന് കെട്ടി വെച്ച് കൊടുക്കാം, അല്ലെങ്കിൽ മുടിയിൽ നിന്ന് വെള്ളം ഫുള്ള് ഇറ്റിറ്റ് വീഴും. കയ്യോന്നിയും കീഴാർനെല്ലിയൊക്കെ ആയതുകൊണ്ട് തന്നെ അതിൻ്റെ നീര് പറ്റിയാൽ പോകാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പം ഞാനിത് ഫുള്ള് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു 20 മിനിറ്റിന് ശേഷം ഞാനിത് നോർമൽ വാഷാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ മൈൽഡായിട്ടൊരു ഷാമ്പു ഉപയോഗിച്ച് നിങ്ങൾക്ക് ഇത് വാഷ് ചെയ്ത് കളയാം. അതിൻ്റെ പൊടിയോ മട്ടോ ഒന്നും നമ്മുടെ തലയിൽ കാണില്ല, അത് ഉറപ്പാണ്. ഞാനിത് യൂസ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് പറയുന്നതാണ് കേട്ടോ. യൂസ് ചെയ്യുന്ന സാധനം ആയതുകൊണ്ട് പറയുന്നതാണ്. അപ്പോൾ എന്തായാലും നിങ്ങളിത് വീക്ക്ലി ട്വൈസ് ഒക്കെ യൂസ് ചെയ്താൽ അടിപൊളി റിസൾട്ട് കിട്ടും. ഡാൻഡ്രഫ് ഒക്കെ നന്നായിട്ട് മാറി കിട്ടും കേട്ടോ. കാരണം നമ്മളിതിനകത്ത് കീഴാർനെല്ലിയും നമ്മുടെ വേപ്പും ഒക്കെ യൂസ് ചെയ്തേക്കുന്നത് കൊണ്ട് അത്രയും ഹെയറിന് അത്രയും നല്ലതായിട്ടുള്ള ഒന്നാണ്. അപ്പോൾ എന്തായാലും എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നോക്കിയിട്ട് എന്തായാലും ഫീഡ്ബാക്ക് നമ്മുടെ കമന്റ് ബോക്സിൽ വന്ന് അറിയിക്കണേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ കണ്ട് ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റാ ബൈ ബൈ, സീ യു.